വാർഷിക പൊതുയോഗങ്ങൾ നടത്തി കൂടെ നിൽക്കുന്ന മെമ്പർമാർക്ക് പ്രവർത്തനങ്ങൾ കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടലിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു സംഘടനയുടെ സംഘടന മര്യാദ എന്നുള്ള സാഹചര്യം ഇന്ന് NFPO നിലനിർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിരീതിയുടെ മാറ്റം, ശാസ്ത്രീയമായുള്ള പുതിയ ടെക്നോളജികൾ ഉൾപ്പെടുത്തിയുള്ള കണ്ടുപിടുത്തങ്ങൾ, ആ കണ്ടുപിടുത്തങ്ങളിൽ കൂടി കർഷകർക്കുണ്ടാക്കാൻ കഴിയുന്ന വലിയ മാറ്റങ്ങളിൽ കൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഇൻകം ലഭിക്കുമ്പോൾ അത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലപാടുകൾ, ആ നിലപാടുകളാണ് നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ വർഷത്തെ വാർഷികാഘോഷ പൊതുയോഗം നടത്തുമ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തി പുതിയ ഭരണസമിതി സംവിധാനങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവപൂർവമായ സംഘടനയുടെ ചർച്ചയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഫിലിപ്പേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനാ നേതാക്കളെയും കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് 3ാം വാർഷിക പൊതുസമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈശ്വരനാമത്തിൽ ഈ പ്രഭാതത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. 23-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആദിമ മനുഷ്യരിൽ നിന്നും ആരംഭിച്ച് അന്നും ഇന്നും മനുഷ്യൻ പിന്തുടരുന്ന ഒരേയൊരു വിശ്വാസവും ആചാരവും പ്രവൃത്തിയും കാർഷിക വൃത്തിയാണ്. കാലചക്രം പലവരും കറങ്ങിത്തിരിഞ്ഞ് രീതികളിലും പ്രവൃത്തികളിലും എല്ലാ മേഖലകളിലും ഉണ്ടായതുപോലുള്ള വൈവിധ്യവൽക്കരണവും പുരോഗതിയും ഈ മേഖലയിലും ഉണ്ടായി. കാർഷിക മേഖലയിലെ പുതുസാധ്യതകൾ തേടി കാലങ്ങളായി മനുഷ്യൻ യാത്രയിലാണ്. കൃഷിയെ മാത്രം വിശ്വസിച്ചു അന്യദേശങ്ങളിൽ കുടിയേറിയ ഒരുപറ്റം മനുഷ്യർ അസംഘടിതരായി പല ദേശങ്ങളിലായി ചിതറിക്കിടന്ന് ആ കർഷകർക്ക് താങ്ങായി തണലായി ഉടലെടുത്ത ഒരു മഹത്തായ സംരംഭമാണ് നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഈ മഴ മാറിയ സാഹചര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും ഒത്തിരി ആളുകൾ നമ്മുടെ ഈ പരിപാടിക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ വാർഷിക പൊതുയോഗം എന്നൊക്കെ പറയുമ്പോൾ തീരുമാനങ്ങൾ പലതും എടുക്കേണ്ടതും നമ്മളെല്ലാവരും ചേർന്നാണ്. നിർണായകമായ പല തീരുമാനങ്ങളും നമ്മളുടെ അജണ്ടയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച കത്തിലുണ്ടാവും നമ്മളുടെ നിലവിലുള്ള ബൈലോയിൽ ചില ഭേദഗതികൾ വരുത്തേണ്ട നിർണായകമായ യോഗം കൂടിയാണ്. സഹായ മനസ്കതയുടെ തെളിവാണ് നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. നമ്മുടെ NFPO കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ ഒരു ആവശ്യം അറിയിച്ച് ഒരു മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ അവരുടെ കഴിവിനനുസരിച്ച് നിസ്വാർത്ഥമായി നമ്മുടെ ചാരിറ്റി അക്കൗണ്ടിലേക്ക് പണം നൽകാറുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ഒരു ആളുകളുടെ കൂടിച്ചേരൽ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഈ ഒരു തിരക്കുള്ള സമയത്ത് ഇപ്പോഴാണ് മഴ ലഭിച്ചത്. വളപ്രയോഗവും കാടുപറിയും മണ്ണിടലും ഒക്കെ തിരക്കിൽ നടക്കുന്ന സമയമാണ്. ഈ സമയം തന്നെയാണ് ഓർഗനൈസേഷൻ ഇത്തരമൊരു ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ തയ്യാറായി അതിൻ്റെ പുതിയ ഭരണസാരഥ്യം പുതിയ തലമുറയെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന തീരുമാനമെടുത്തത്. ഇത്ര തിരക്കുള്ള സമയത്തായിട്ട് കൂടി ഇത്രയധികം ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നത് വളരെ തികച്ചും സന്തോഷകരമാണ്. കൂട്ടായ്മ 500 8 ദിവസം കൊണ്ട് തികഞ്ഞു. അടുത്ത വാട്സപ്പ് കൂട്ടായ്മ വീണ്ടും തുടങ്ങി. 500-ൽ കൂടുതലൊന്ന് വാട്സപ്പിൽ ആളെ കൊള്ളിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ 2 വാട്സപ്പും നിറഞ്ഞു. അവിടുന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു തന്നു, ടെലിഗ്രാം എന്നൊരു സംഭവമുണ്ട്, 2 ലക്ഷം പേരെ ഉൾക്കൊള്ളാം. ആ 2 ലക്ഷം പേരെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി ടെലിഗ്രാം ഓപ്പൺ ചെയ്ത് നമ്മളെല്ലാം അതിലേക്ക് കുടിയേറി. 1400ഓളം അംഗങ്ങളുണ്ടായിരുന്ന അവിടെ റസാഖ് ഭായിയുടെയും ഉദയേട്ടൻ്റെയും തോമസ് ഏട്ടൻ്റെയും അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ പ്രചോദന ഫലമായിട്ട് ഇതിനെ ഒരു ഓർഗനൈസേഷനായിട്ട് രൂപീകരിച്ച്
നമ്മളുടെ കാർഷിക മേഖലയിൽ ചലനങ്ങൾ ഉണ്ടാക്കണമെന്ന ഒരു തീരുമാനം വരികയും 2021 ഓഗസ്റ്റ് 10-ാം തീയതി നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തു. ആ പ്രസ്ഥാനം ഇവിടം വരെ എത്താൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ പിന്നിലെ പിൻബലം നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ആ പ്രസ്ഥാനം ചെറിയ സ്റ്റാർട്ടപ്പായി തുടങ്ങി, ഓർഗനൈസേഷന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ അവിടെ കമ്പനി വന്നു. കമ്പനിക്ക് കാശില്ല. നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞപ്പം നിങ്ങളെല്ലാവരും ആ കമ്പനിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടല്ലേ 50 ലക്ഷം രൂപ ആദ്യം നിക്ഷേപിച്ചത്. നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ പൈസ നിക്ഷേപിക്കുമോ? അപ്പോൾ ആ നിലയ്ക്ക് ആ വിശ്വാസം നിങ്ങളുടെ അടുത്ത് ഉണ്ടാകണമെങ്കിൽ അതിന് ചില ഘടകങ്ങളുണ്ട്. വിശ്വാസം ആർജിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വിശ്വാസത്തോടു കൂടി ആളുകൾ പണം നിക്ഷേപിക്കും. കാരണം ഇന്ന് നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്, ശരിയല്ലേ? പലതരം ആളുകൾ പണം ഇടുന്നു, ആ പണം നാനാ വഴിക്ക് പോകുന്നു, കണക്കില്ല, കാര്യങ്ങളില്ല, നഷ്ടം പറയുന്നു, മറ്റ് പല പ്രശ്നങ്ങളും പറഞ്ഞ് തട്ടിപ്പിന്റെ കൂത്തരങ്ങായി നിൽക്കുന്ന സമയത്ത് NFPO എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു പണം ഇട്ടപ്പോഴാണ് NFPO ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടായത്.